ഹായ്, ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. നമ്മൾ പലരും വെള്ളത്തിൽ അയണിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ അറിയാം. അപ്പോൾ നമ്മളതിന് എങ്ങനെയാണ് ആ അയൺ ടെസ്റ്റ് നടത്തുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പല മെത്തേഡുകളിൽ നമുക്കിത് അയണിന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിസോൾവ്ഡ് അയണിനെയാണ്. ഡിസോൾവ്ഡ് അയൺ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അക്വാസോൾ എന്നൊരു കമ്പനിയുടെ AE303 എന്ന് പറയുന്ന ടെസ്റ്റ് കിറ്റാണ്. അപ്പോൾ ഇതിൽ 0 മുതൽ 2.0 വരേക്കുള്ള അയണിൻ്റെ അളവാണ് നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ക്ലയൻറ്റ് ഒരു സാമ്പിൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും. ടെസ്റ്റ് ട്യൂബ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെയാണ് ഈ സാധനം കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബാധകം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്ന് വാഷ് ചെയ്യുന്നു. അത് ടെസ്റ്റ് ചെയ്യാനുള്ള സെയിം വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. 5 ml വെള്ളത്തിലേക്ക് ആദ്യം ഇതിനൊരു FE1 എന്നുള്ള സൊല്യൂഷനാണ് ആദ്യം എടുക്കേണ്ടത്. ഇത് 15 ഡ്രോപ്പ് ഈ സാധനം പൊട്ടിക്കണമെന്നാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 15 തുള്ളി നമ്മൾ ഒട്ടിച്ചു. രണ്ടാമതായിട്ട് FE2 എന്നൊരു സൊല്യൂഷൻ ഉണ്ട്. അത് 30 തുള്ളി. അങ്ങനെ നമ്മൾ 30 തുള്ളിയും ഇതിലേക്ക് ഒട്ടിച്ചു. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി പോകും. എന്നിട്ട് FE3 എന്നൊരു പൊടിയും കൂടി കൂടെ ഉണ്ട്. കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണും തന്നിട്ടുണ്ടാവും. സ്പൂണിന് കറക്റ്റ് ഒരു സ്പൂൺ എടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി എൻജോയ് ചെയ്യാൻ അയണുള്ള വെള്ളമാണ്. എന്നിട്ട് ടൈറ്റ് അതിൻ്റെ അടച്ചു വയ്ക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരു 5 മിനിറ്റ് വയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. ടൈം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടെസ്റ്റ് ട്യൂബ് കൂടി ഉണ്ട്. ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. കറക്റ്റ് 5 ml വെള്ളവും അനുബന്ധ സാധനങ്ങൾ കൂടി ആകുമ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റ് ഫില്ലിംഗ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കളർ ചാർട്ടിൽ സെൻറ്ററിൽ ഈ സാധനം ഇറക്കി വെച്ചിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കളറാണോ കാണുന്നത് അതാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പം ഈ ഒരു കളറുമായിട്ട് മാച്ചിങ് ആവുന്നത് ഒരു 1.0 എന്നുള്ള റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് 1.0 എന്നുള്ള റിസൾട്ടാണ്. യഥാർത്ഥത്തിൽ ഈ 1.0 എന്നുള്ളതിൽ വെള്ളത്തിന് കംപ്ലൈൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ 1.0 ആക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ്. പക്ഷേ ഇതേ വെള്ളം ടൈൽസ്, ക്ലോസറ്റ് പോലത്തെ സാധനങ്ങളിൽ ഉറപ്പായിട്ടും ലൈന് വരും. ആ ഒരു മഞ്ഞ കറ നിർബന്ധം ഉറപ്പായിട്ടും പിടിക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിന് ഫിൽറ്റർ വെക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ്. പിന്നെ അക്സെപ്റ്റബിൾ ലിമിറ്റ് ആണ് എന്ന് കരുതി ഒഴിവാക്കുന്നവർക്കാണെങ്കിൽ ഒരു 5-6 വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ടൈൽസും ക്ലോസറ്റും മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.